പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ടിഎംസിയും ബിജെപിയും അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള വലിയ പ്രചാരണമാണ് ബംഗാളിൽ നടത്തുന്നത്. തൃണമൂൽ കോൺഗ്രസിനായി മമതാ ബാനർജി പ്രചാരണം നയിക്കുമ്പോൾ ബിജെപിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത് ഷാ തുടങ്ങിയവർ പ്രചാരണം നടത്തും. വിവരങ്ങളുമായി കെ.ജി. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, അങ്ങനെ ബംഗാളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണമാണ് ഇന്ന് അവസാനിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇന്ന് പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ് 4 സംസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിരുന്നു തുടർച്ചയായി തന്നെ ഇത്തരം തിരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നത്. അതിൻ്റെ അവസാന ഘട്ടമായാണ് ബംഗാളിൽ തിരഞ്ഞെടുപ്പ് 29-ാം തീയതി നടക്കാൻ പോകുന്ന. നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായി തന്നെ ബിജെപിയും തൃണമൂലും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു മത്സരമാണ്. നിലവിൽ 142 മണ്ഡലങ്ങളിലാണ് 29-ാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആദ്യഘട്ടമായി 29-ാം തീയതി 152 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നിരുന്നത്. അവിടെ റെക്കോർഡ് പോളിംഗ് ആണ് ഉണ്ടായത്. 94% പോളിംഗ് ഉണ്ടായി. അതിന് സമാനമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലൊരു റെക്കോർഡ് പോളിംഗ് ഉണ്ടാകുമെന്നാണ് ബിജെപിയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആദ്യഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ പ്രചരണം കാണാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിലെല്ലാം വലിയ രീതിയിൽ തന്നെ ആക്രമണങ്ങളും ഉണ്ടാകുകയാണ്. ഇന്നലെ പലയിടങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ബിജെപിയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള പ്രവർത്തകർ തമ്മിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ടാകുന്നു. കോൺഗ്രസും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷമുണ്ടാകുകയും അതിലൊരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെ മരണപ്പെടുന്ന സാഹചര്യമെല്ലാം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ സുരക്ഷയിലാണ് ഇപ്പോൾ ഇന്ന് ഈ അവസാന ലാപ്പിലും സുരക്ഷ ശക്തമാക്കുവാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം. അതോടൊപ്പം തന്നെ നാം മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അവസാന ഘട്ടത്തിൽ തങ്ങളുടെ ഓരോ വോട്ടും പെട്ടിയിലാക്കാനുള്ള വലിയ ശ്രമം തന്നെയാണ് മുന്നണികൾ നടപ്പിലാക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിനായി മമതാ ബാനർജിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുന്നത്. അതോടൊപ്പം തന്നെ അഭിഷേക് ബാനർജി അടക്കമുള്ളവർ ഇന്ന് വിവിധയിടങ്ങളിൽ പ്രചാരണം നടക്കും. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന വലിയ രീതിയിലുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് 152 മണ്ഡലങ്ങളിൽ 110 മണ്ഡലങ്ങൾ ലഭിക്കുമെന്നാണ് അമിത്ഷാ അടക്കമുള്ളവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പരമാവധി നേതാക്കളെ അവസാന ഘട്ടത്തിൽ ബംഗാളിലെത്തിച്ച് പ്രചരണം കൊഴിപ്പിക്കുകയാണ് ബിജെപി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവിധ പരിപാടികളുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി അമിത്ഷാ 15 ദിവസത്തിലധികമായി തങ്ങിയാണ് അവിടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. JP നഡ്ഡ, രാജ്നാഥ് സിംഗും അതോടൊപ്പം തന്നെ ബിജെപിയുടെ ദേശീയ പ്രസിഡന്റ് അടക്കമുള്ളവരും ഇന്ന് വിവിധയിടങ്ങളിൽ പ്രചരണം നയിക്കും. മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് അവസാനത്തെ 2 തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. കാരണം അവർക്ക് ഇത്തവണ ചില അക്കൗണ്ടുകൾ ചില മേഖലയിലെല്ലാം തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ആ പ്രതീക്ഷ ഉള്ളതിനാൽ തന്നെ CPM-ൻ്റെ പല പ്രമുഖ നേതാക്കളെയും രംഗത്തിറക്കിയാണ് ബംഗാളിൽ പ്രചരണം നടത്തുന്നത്. ഇത്തവണ നിയമസഭയിൽ അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നാണ് CPM പ്രതീക്ഷ. അതിന് സമാനമായി തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കം. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അവിടെ കൃത്യമായി തന്നെ പ്രചരണ രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പരിശോധിക്കേണ്ടത്, ഇത് ഈ തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. എന്നിരുന്നാൽ കൂടി രാഹുൽ ഗാന്ധിയുടെ വലിയ വിമർശനമാണ് മമതാ ബാനർജിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് പരസ്യ പ്രചരണം അവസാനിക്കും. 29-ാം തീയതിയാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 4-ാം തീയതി മെയ് 4-ന് ബംഗാൾ ആര് ഭരിക്കുമെന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമാകും. തൃണമൂൽ കോൺഗ്രസിന് വീണ്ടും അധികാരം നിലനിർത്താൻ കഴിയുമോ, അതോടൊപ്പം തന്നെ BJP ചരിത്രത്തിലാദ്യമായി ബംഗാളിൽ അധികാരത്തിൽ വരുമോ, നഷ്ടപ്പെട്ട പ്രതാപം കോൺഗ്രസും ഇടതു പാർട്ടികളും തിരികെ പിടിക്കുമോ എന്നതിനുള്ള കൃത്യമായ ഉത്തരം നമുക്ക് മെയ് 4-ാം തീയതി അറിയാൻ കഴിയും. എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണം തന്നെയാണ് വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഏവരെ ആശങ്കപ്പെടുത്തുന്നത് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ ആക്രമണങ്ങളെ കുറയ്ക്കുവാൻ അതോടൊപ്പം തന്നെ സംഘർഷങ്ങൾ കുറയ്ക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ സുരക്ഷാ സേനയ്ക്കും കഴിഞ്ഞെങ്കിൽ ഈ ഘട്ടത്തിൽ എങ്ങനെയായിരിക്കുമെന്നാണ് നോക്കിക്കാണുന്നത്. കാരണം സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ പരമാവധി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് എന്തായാലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ തന്നെ BJPക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലാണ് തെരഞ്ഞെടുപ്പെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ
ഇപ്പോൾ നടക്കാൻ പോകുന്ന തൃണമൂൽ കോൺഗ്രസിന് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഇടങ്ങളിലാണ്. അതുകൊണ്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ്. പക്ഷേ BJPയും പ്രതീക്ഷ കൈവിടുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം SARലൂടെ 91 ലക്ഷത്തിലധികം പേർ പുറത്തുപോയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ SAR നടപ്പിലാക്കിയതുകൂടി തന്നെ തങ്ങളുടെ വോട്ടുകൾ പരമാവധി തങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. അതിലൂടെ രണ്ടാം ഘട്ടത്തിലും വിജയം സ്വന്തമാക്കി 150ലധികം സീറ്റുകളോട് കൂടി തന്നെ ബംഗാളിൽ അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് എന്തായാലും BJPയും പ്രതീക്ഷിക്കുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളെ പോലെ 200-ഉം അതോടൊപ്പം തന്നെ 220-ൽ അധികം സീറ്റുകൾ നേടിയില്ലെങ്കിലും കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് തൃണമൂൽ കോൺഗ്രസും പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, എന്തായാലും പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. TMCയും BJPയും അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള വലിയ പ്രചാരണമാണ് ബംഗാളിൽ നടത്തുന്നത്. തൃണമൂൽ കോൺഗ്രസിനായി മമതാ ബാനർജി പ്രചാരണം നയിക്കുമ്പോൾ BJPക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി അമിത് ഷാ തുടങ്ങിയവരുമാണ് പ്രചാരണത്തിന് എത്തുന്നത്. KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.